കാര്യം തുറന്നു പറഞ്ഞോട്ടെ. ഇവനെ കമന്റ് വിളിച്ചിരുന്ന ഞാൻ അറിയുന്ന ഒരാളോട് ചോദിച്ചു എന്തിനാണ് അവനെ തെര വിളിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു എടാ ഈ വീഡിയോസ് കാണുമ്പോൾ തെര വിളിച്ചു, പക്ഷെ അവൻ നല്ല പരിപാടി ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ല കമന്റ് കൊടുക്കുന്നത്. കോമഡി മാസ്റ്ററിൽ ഇവൻ വന്ന് പ്രോഗ്രാം ചെയ്തു. ഞാൻ ചെയ്തിരുന്ന ഒരു പരിപാടി കോമഡി മാസ്റ്റർ. അതിൽ ഒരു കമന്റ് വിളിച്ചപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചത് അത് മോശമാണ്. കാരണം അയാൾ ചെയ്ത കോമഡി മാസ്റ്ററിന്റെ ചാനലിലാണ് ചെയ്തിരിക്കുന്നത്. അവര് പറഞ്ഞ സ്കിറ്റാണ്. അങ്ങനെ വരുമ്പോൾ തനിക്ക് ഒരു അഭിനന്ദനം കൊടുക്കാം. അപ്പൊ ജനങ്ങള് ഈ തെറി വിളിക്കുന്നവരും കമന്റ് ഇടുന്നത് ശ്രദ്ധിക്കുക. നല്ല പ്രോഗ്രാം ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ. പിന്നെ ഈ പുഷ്പ എന്നുള്ള സിനിമയുടെ റിവ്യൂവിനെ മമ്മട്ടിയായിട്ട് വന്നു പോയി. മമ്മട്ടിയും കൊണ്ടതൊക്കെ തിയേറ്ററിൽ വന്ന എന്തിനാണ്? വഴിവെട്ടി വന്നവനാണെന്ന് പറയും. പക്ഷെ അതൊക്കെ ഒരു കോമാളിത്തരമല്ലേ? ഇപ്പൊ മമ്മട്ടി കൊണ്ട് ഒരാൾക്കിട്ട് അഥവാ വെട്ടിയെങ്കിൽ എന്ത് പറയും? ആർക്ക് സമാധാനം പറയും? അത് മുറിച്ചുണ്ടെങ്കില മമ്മട്ടിക്ക് മുറിച്ചയില്ലേ? വെട്ടൊന്നും എനിക്ക് കാരണം ഈ കിംബോ എന്ന് പറഞ്ഞ വ്യക്തിയെ കാണുമ്പോ തന്നെ എന്തോ ഒരു സൈക്കോ പോലത്തെ ഒരു മെന്റൽ പോലെ തോന്നുന്നുണ്ട്. പേടിയാവുന്നുണ്ട് മുഖത്ത് നോക്കുമ്പോ തന്നെ എനിക്ക് പേഴ്സണലി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ളവരെയാണ് തിയേറ്ററിൽ കേൾക്കാണ്ടിരിക്കേണ്ടത്. നമ്മളും പേഴ്സണലി പോകുന്നില്ല, പക്ഷെ ഇങ്ങനെയുള്ള ന്യൂസൻസിനുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് അത്ര നല്ല. PR ടീം അലിൻ ജോസ് പെരേരയും സന്തോഷ് വർക്കിയെയും ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളെക്കാളും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പല പുതിയ റിവ്യൂവർ കോമാളിത്തരങ്ങൾ വനിതാപരിധി നടക്കുന്നുണ്ട്. അത് സ്റ്റോപ്പ് ആക്കാനായിട്ട് PRO ശബരി കൂട്ടരും ശ്രമിക്കുക. അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ അന്നും ഇന്നും. കാരണം നമ്മള് എന്താണ് ചെമ്പൻ വിനോദ് നമ്മള് ഉപദേശിച്ചപ്പോഴും ശബരി ചേട്ടൻ തിരിച്ചു വർത്താനം പറഞ്ഞിരുന്നു. അപ്പോ ശബരി ചേട്ടൻ നമ്മൾ സ്നേഹമുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെയുള്ള ന്യൂവിസൻസ് ആയിട്ടുള്ള കോമാളിത്തരങ്ങളെ തിയേറ്ററിൽ അനുവദിക്കരുത്. അതിനോട് നിങ്ങൾ പ്രതികരിക്കുക. ഫെഫ്കയും അമ്മയും എവിടെ പോയി? ഇങ്ങനെയുള്ള നമ്മള് കാണിക്കുന്നത് തെറ്റാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മാറി. അപ്പോൾ ഇനിയും അവിടെ മാന്യമായിട്ടാണ് റിവ്യൂ നടക്കുന്നതെന്ന് പറയണ്ടെങ്കിലും അവിടെ നടക്കുന്നത് ഇപ്പോ ഒരു ഭ്രാന്താശുപത്രി പോലെയാണ്. അതൊരിക്കൽ മാറുക എന്തായാലും. ഇപ്പോ റിവ്യൂ ബോംബിംഗ് ഒക്കെ വന്നിരുന്നു. പക്ഷെ ഇതൊക്കെയാണ് മാറേണ്ടത്. പേഴ്സണലി മാറേണ്ടത് ഇതുകൊണ്ട് മാത്രം ഇങ്ങനത്തെ ഭ്രാന്തം പെർഫോമൻസ് കാരണമാണ് സിനിമകൾ പരാജയപ്പെട്ടു പോകുന്നത്. അതെ, സിനിമകൾ ബാധിക്കുന്നുണ്ട്. ഇങ്ങനത്തെ റിവ്യൂ സൈക്കോ ടൈപ്പ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ റിവ്യൂ ആണ് ആൾക്കാർ മീഡിയ സപ്പോർട്ട് ചെയ്യുന്നത്. ആ സപ്പോർട്ട് എന്തിനാണ്? സപ്പോർട്ട് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ചാൻസോ കാര്യങ്ങളോ കിട്ടുന്നുണ്ടോ? ഒരു ഭ്രാന്തനെ പോലെയല്ലേ കാണുന്നത്. അവരടുപ്പിക്കാണ്ടിരിക്കുക. ഈ ഓൺലൈൻ പ്രൊമോട്ടേഴ്സ് ഇങ്ങനെയുള്ള സൈക്കോളെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? മാന്യമായിട്ട് പറയുന്ന എന്തോരം പേരുണ്ട്. ക്രിസ്റ്റി ജോർജ് എന്നൊരു വ്യക്തിയുണ്ട് മാന്യമായിട്ട് അറിവ് കൊടുക്കുന്ന. അവരുടെ ഒന്നും വൈറലാകുന്നില്ല. കാരണം എനിക്കത് സങ്കടമുണ്ട്. കാരണം ഒരുപാട് മോഹൻലാലിനെ പോലെ ഫേസ് ഇരിക്കുന്ന ഒരാളുടെ വ്യക്തിയുണ്ട്, ലാലേട്ടനെ പോലെ. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ അല്ല, അവിടെ ഒരു വ്യക്തിയാണ് മോഹൻലാലിന്റെ സദസ്യം. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട്. റസാഖ് പട്ടാഞ്ചേരിയെ പോലെ നല്ല നല്ല റിവ്യൂവേഴ്സ് ഉണ്ട് അവിടെ. അപ്പൊ അദ്ദേഹത്തിനെ പോലെ മാന്യമായിട്ട് റിവ്യൂ പറയാനൊന്നും വൈറലാക്കുന്നില്ല. ഇങ്ങനത്തെയുള്ള പബ്ലിക് ന്യൂസൻസിനെയൊക്കെയാണ് കിംബോയ്, മനോജ്, പിന്നെ വേറെ സൈക്കോകൾ കുറെ പേര്. അപ്പൊ അവരെയൊക്കെയാണ് ഈ സാനിയെ മേടിക്കേണ്ടത്. ഇനി ഇതൊക്കെ അമ്മയും ഫെഫ്റ്റ് ചെയ്തേക്കേണ്ട ഒരു നിയമം അവർക്കെതിരെ കൊടുക്കണം. നമ്മൾ മാറി നിൽക്കുകയാണ്. നമുക്ക് ഈ കുറിച്ച് താങ്ങാൻ വയ്യ. കാരണം നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഈ വയ്യാമേഖല നമുക്ക് പിടിക്കാൻ പറ്റും. ഇപ്പൊ ഈ കാസർഗോഡും കണ്ണൂരിന്നും പല, അതായത് നല്ല ഈ വനിതാ വരുന്ന തിയേറ്ററിൽ നല്ല ഡിസ്റ്റൻസിലുള്ളവരാണ് അവിടെ വന്ന് റിവ്യൂ പറയുന്നത്. അതിന്റെ ഒരു തുടക്കം കാരണം നമ്മുടെ ആറാട്ടണ്ണനാണ്. അത് കഴിഞ്ഞ് അലിൻ ജോസ് ആറാട്ടണ്ണന്റെ ആ ഒരു ആറാടുകയാണെന്നുള്ള സാധനത്തിന് ശേഷമാണ് ഇപ്പൊ അലിൻ ജോസിന്റെ ഒരു പരിപാടി വന്നത്. അപ്പൊ വീണ്ടും ഈ ഒരു വനിതാ തിയേറ്ററിൽ ഇത്ര ആൾക്കാർ ഇങ്ങനെ വരാനുള്ള കാരണം എന്തായിരിക്കും? ഈ ആട്ടായം വരാൻ എന്താ കാരണം? ആട്ടായം പറയും. ആട്ടായം എങ്ങനെ ഈ ഫീൽഡിലേക്ക്? മൂവാറ്റുപുഴയിലുള്ള അഭിലാഷേട്ടൻ വരെ ഇപ്പൊ വനിതാ വിരുദ്ധയിൽ വന്നിട്ടുള്ള സിനിമ ആണ്. ഈ ആറാട്ടെണ്ണം കാരണമാണ് വനിതാ തിയേറ്റർ അറിഞ്ഞത്, റിവ്യൂ അറിഞ്ഞത്. കാരണം പണ്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ വിഷയം കണ്ടോ, പണ്ടൊരു വീഡിയോ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാട്ട് കുറെ ആൾക്കാർ പ്രശ്നം ഉണ്ടാകുന്നു. പുള്ളി ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുന്നത്. തല്ലിയില്ല, തല്ലണം കണ്ടില്ല, അല്ല ലുലുമാളിലിട്ട് തല്ലിയായിരുന്നു. അത് വേറെ പ്രശ്നം, സിനിമ പ്രശ്നമല്ലോ. അപ്പൊ അവര് ഇങ്ങനെ പിടിച്ചേക്കുന്ന സംഭവം ഇങ്ങനെ കുത്തിന് പിടിച്ചേക്കുന്നു. പിന്നെ കുറെ പേര് തട്ടി മരുന്ന് അയാളെ വിടുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്നാണ് ഞാൻ ശ്രദ്ധിക്കണത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാണല്ലോ നിങ്ങൾക്ക് ഈ റിവ്യൂ എന്ന് പറയുന്ന സംഭവം ജനങ്ങൾ അറിയത്തില്ല. ഇങ്ങനെ റിവ്യൂ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പല വീഡിയോസ് ഇവരെ കാണുവാണ്. അലിൻ ജോസും ആറാട്ടനും കൂടി ഒരു എന്താ പറയാ ഒരു പൂജ ചെയ്യുന്ന, ഒരു തേങ്ങ ഉടയ്ക്കുന്നത്, കത്തിക്കുന്നത്, തീപ്പെട്ടി അപ്പൊ അത് കൂടാണ്ട് എനിക്ക് അഭിമാനം തോന്നി. ഇവ പെരേരൊരു ഇഷ്ടം തോന്നി എന്താണെന്ന് പറയും. ഇവന് ഒരു ബർത്ത്ഡേ ഇവന്റെ നടക്കണം വനിതാ വിനിതയിൽ വെച്ച് ഇവന് കേക്ക് മുറിച്ച്
അതായത് ആ ചേച്ചി ആർട്ടിസ്റ്റ് പേര് മിനു സ്മിനി ചേച്ചി കൊടുത്തിട്ട് പറഞ്ഞു എന്റെ അനിയന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ്. അപ്പൊ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം എന്നോട് തോന്നി. കൂട്ടുകാരി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, ദേവി പണിക്കര്, രമ്യ പണിക്കര് ബിഗ് ബോസിലെ. അപ്പം അവരും ഉണ്ടായത്. അപ്പൊ ആ വീഡിയോ നല്ല സന്തോഷിച്ചൊക്കെയാണ് കത്തി ആ വീഡിയോ കത്തി. അപ്പൊ ഓക്കെ ഓക്കെ. പക്ഷെ എനിക്ക് എന്ന് വെച്ച് ഞാൻ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഇവനോട് ഭയങ്കര താല്പര്യം തോന്നി. എന്ന് വെച്ച് ഞാൻ അപ്പൊ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എന്തെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് ഇവരെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. കേട്ടോ വിഷ്ണു ആറാട്ടനെ ഒന്ന് കാണണമെന്ന് വെച്ചു. ഒരു നിമിത്തം പോലെ ഞങ്ങളുടെ സിനിമ ഇറങ്ങി, ഒരു കടന്നൽ കഥ. അതിന് ഞാൻ നല്ല വേഷം ചെയ്ത. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, കൂട്ടുകാരൻ ഇവന്റെ ഷംനാസ്, ഇവരെ കൂടെ ആറാട്ടന്റെ പുട്ടും പഴത്തിന്റെ കാശ് കടോ 30 രൂപ എന്ന് പറഞ്ഞ സീന് നേരിൽ അഭിനയിച്ച ആളാണ്. അപ്പം പറഞ്ഞു അനിൽ ജോസ് പെരേരയുടെ അടുത്ത് റിവ്യൂ പറയാൻ പറ, വൈറലാവുന്നു, റീച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവനെ വിളിച്ച് പൈസ ഇട്ട് കൊടുത്തു. ഇവൻ പോയി സിനിമ കണ്ടു. സിനിമ കഴിഞ്ഞപ്പോ പുള്ളി നേരെ ലുലുവിലേക്ക് പോയി. അപ്പൊ ഞാൻ വിളിച്ചപ്പോ ഒരു ചേട്ടാ ഞാൻ ലുലുലാന്ന് പറയും. അങ്ങനെയാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത്. മീറ്റ് ചെയ്തപ്പോ താഴെ ഒരു മഹാവ്യക്തിനെ ഫസ്റ്റ് കാണുവാണ് ഞാൻ കയറുന്നത്, ആറാട്ടണ്ണൻ. ആ പുള്ളിയായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ മുകളിലേക്ക് പോയി. പെരേരയായിട്ട് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പെരേര എന്നെ വിളിച്ചു, ചേട്ടാ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, റൈറ്റ് ആണ് ഡയറക്ടർ, അരിയേട്ടൻ്റെ പെണ്ണ് ആൻസി, ആൽബം എന്നാണ് പറഞ്ഞത്. പിന്നെ അരിയേട്ടൻ്റെ പെണ്ണ് ആൻസി എന്നൊരു ഷോർട്ട് ഫിലിം ആക്കി നിഷ ഇടുക്കി പ്രൊഡ്യൂസ് ചെയ്തു. ആറാട്ടണ്ണൻ 6 നാളും പറഞ്ഞ് പുള്ളി മാറിയപ്പോൾ നിഷ ഇടുക്കി പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ റിയ അനിൽ ജോസിന് വർക്ക് തുടങ്ങി. അങ്ങനെയാണ് അതിലേക്ക് ആ ഒരു ബന്ധത്തിലേക്ക് ഞങ്ങൾ പോയത്. പിന്നീട് ആ സൗഹൃദം ഇങ്ങനെ മുന്നോട്ട് പോകും. ഒരു വർഷം കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞ വർഷം ആയിരുന്നില്ല സംഭവം, 1 വർഷം ആവാൻ പോകും, അല്ലല്ല മാർച്ചില്. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, കാരണം ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല അനിൽ ജോസ് പെരേരയുടെ ആറാട്ടിന്റെയും അല്ല വിഷ്ണു ഞങ്ങളൊന്നും ഒരിക്കലും ഇതല്ല. പക്ഷെ ഒരു സൗഹൃദം എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ആ എഴുത്തിലൂടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പരിപാടിക്ക് ഇയാളെ കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ എന്ത് പ്രോഗ്രാം വന്നാലും ഞാൻ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്ത് വിളിക്കാറുണ്ട്. പക്ഷെ എന്നാ അതൊക്കെ ഒരു നിമിത്തമാണ് അല്ലേ ഭായി? അടുപ്പിക്കുന്ന പരിധിയുണ്ട് എല്ലാ സിനിമകളും. ഇല്ല എനിക്കും കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് കിട്ടിയ പടത്തിൽ ഞാൻ ഇവനെ വിളിച്ചോണ്ട് കിട്ടിയൊരു പടം ഉണ്ടല്ലോ പണ്ട്, പേര് പറയുന്നില്ല, ആ പടത്തില് ഞാൻ റെക്കമെൻഡ് ചെയ്തപ്പോ വേണ്ടെന്ന്. അത് കുഴപ്പമില്ല. ഇനി ചിലപ്പോ ആ പടത്തിൽ ആ ഡയറക്ടറിനെ പേര് പറയണ്ട, വിളിക്കാതിരിക്കാം. അത് സലിംകുമാറിനെ ഇറക്കി വിട്ടിട്ടുണ്ട് ഒരു സിനിമയുടെ സെറ്റിൽ നിന്ന്, മനസ്സിലായില്ലേ? ആ ആളെ പിന്നീട് വിളിച്ചിട്ട് കാരവാനും AC റൂമും കൊടുത്തിട്ടുണ്ട് ആ സംവിധായകൻ. അത് പേര് പറഞ്ഞില്ല, നീ പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെയുള്ള സംവിധായകന്മാരും ഉണ്ട്, സിനിമയുണ്ട്. നമുക്ക് അവസരങ്ങൾ വരില്ല വിഷ്ണു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ പിന്നീട് ഇവനായിട്ട് സൗഹൃദമായി നിന്നു. പിന്നെ ഇവന്റെ ഒരു ചെറിയൊരു നാറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പില് ഇവനെ കുറിച്ചൊരു മോശമായിട്ട് ഇത് പറയുമ്പോ ഇവനും പ്രതികരിച്ചു. മനുഷ്യനാണല്ലോ, 10 തവണ ഒരാൾ തെറി വിളിക്കുമ്പോ 12ാമത്തെ തവണ നമ്മൾ പ്രതികരിക്കില്ല വിഷ്ണു. അതുപോലെ അവനും പ്രതികരിച്ചപ്പോ ഒരു വാക്ക് പറഞ്ഞു പോയി. അത് അവന്മാർ എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി ഇറക്കിയപ്പോൾ അത് ഭയങ്കര വിഷയമാക്കി മാറ്റിയെടുത്ത് അപ്പോഴും കൂടെ നമ്മള് മാറാണ്ട് നിന്നു. എപ്പോഴും കാണുമ്പോൾ ഞങ്ങൾ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഇടാൻ പറയും. അപ്പൊ എല്ലാരും എന്റെ ഫോട്ടോ എടുത്തു, നീ അവന്റെ കൂടെ തന്നെയാണല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം. ഞാനെന്തായാലും മഴവിൽ മനോരമയിലേക്ക് പോവല്ലേ, അപ്പൊ എന്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും വേണമെന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രിയമുള്ളവരെ, ഒരു അനുഗ്രഹമായിട്ട് പോണ എന്റെ വിഷ്ണുവിന്റെ. അപ്പൊ എണീറ്റ് നിന്ന് ഒരു അനുഗ്രഹം വാങ്ങുവാണ്. അപ്പൊ 2 വാക്ക് പെരേര പറഞ്ഞു, ഇന്ന് പൊങ്ങി നിൽക്കണേ, വാ വിഷ്ണു എണീറ്റേക്കും. അപ്പോൾ ഈ പയ്യൻ ഇനി മലയാള മനോരമയ്ക്ക് സ്വന്തമാണ്. ബമ്പർശ്ശേരിയിലൂടെ തിളങ്ങുകയാണ്. മലയാള സിനിമയ്ക്ക് വേണ്ടിയും കോമഡി താരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വിട്ടു തരികയാണ് ഈ പുത്രനെ. കാരണം മിന്നും താരം എന്ന ഷോയിലൂടെയാണ് നമ്മള് മൈനൽ മനോരമ ഷോയിലേക്ക് ഒരു എങ്ങനെ എത്തി അത് പറഞ്ഞു. അഭിലാഷ് ഷാട്ടയം എന്ന ചെറിയ എളിയ നല്ല മനസ്സുള്ള ഒരു കലാകാരൻ ഏഷ്യാനെറ്റ് അവാർഡിനായിട്ട് എങ്ങനെ എത്തി? മലയാളത്തിന്റെ ഒരു കറുത്ത മുത്ത്. ഏഷ്യാനെറ്റ് അവാർഡിൽ എങ്ങനെ കളിയാക്കുന്നല്ല, ഏഷ്യാനെറ്റ് അവാർഡിൽ എങ്ങനെ എത്തി? അപ്പൊ 3ാമത് പോകുന്നു വീണ്ടും ആട്ടായത്തിന്റെ ഇതില്. അപ്പോൾ എന്റെ ശിഷ്യൻ തന്നെയാണത് ഈ കൊച്ചു പയ്യൻ. ഇപ്പൊ ഇത്രയും സന്തോഷത്തില് പിന്നെ ഏറ്റവും കൂടുതൽ പ്രശസ്തിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ സന്തോഷ് വർക്കി ആറാട്ടണ്ണനാണ്. ആറാട്ടണ്ണൻ എന്തുകൊണ്ടായിരിക്കും TV ഷോ ചെയ്യാത്തത്? അദ്ദേഹത്തിന് താല്പര്യമില്ലായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ പ്രശസ്തിയില് ഉന്നതിയിൽ നിൽക്കുന്നതാണ് സോഷ്യൽ മീഡിയ. പിന്നെ ആറാട്ടണ്ണൻ എനിക്ക് ഈഗോ ഇല്ല. ഞാൻ ഒരുപാട് TV പ്രോഗ്രാംസ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇനിയും നല്ല നന്മ നിറഞ്ഞുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ഈശ്വരൻ ജഗദീശ്വരൻ എനിക്ക് ആയുസ്സും ആരോഗ്യം തരട്ടെ. സപ്പോർട്ടും പിന്തുണയും ഇനി ഉണ്ടാവണം.
മാപ്സിക് ഒരു അനുഗ്രഹം ഞാൻ തന്നിരിക്കുന്നു. എന്റെ മകൻ രക്ഷപ്പെടട്ടെ, ബമ്പർച്ചിരിയിലെ വലിയൊരു കലാകാരനായി വരട്ടെ എന്റെ മണിമുത്ത്, കേരളം അറിയപ്പെട്ടെ. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത, ഇതുവരെ സപ്പോർട്ട് ചെയ്ത, PR വർക്ക് ചെയ്ത മാപ്സിക് മീഡിയക്ക് 1000 ഐശ്വര്യം നന്ദി. ലാസ്റ്റ് ആയിട്ടൊരു കാര്യം കൂടെ പറയാണ്. കാരണം എന്നിലൊരു കലാകാരനുണ്ട്, നിങ്ങൾ ഇതുവരെ കാണാത്തൊരു കലാകാരനുണ്ട്. മിമിക്രി അല്ല. ഇന്ന് ഓഫീസർ സിനിമയിൽ റംസാൻ അഭിനയിച്ചു. എന്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന ഇടയ്ക്ക് വന്നിട്ട് ഡാൻസ് കളിച്ചിട്ടുള്ളത് പയ്യന. ഇന്ന് ആ പടത്തിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തു. അപ്പൊ അന്ന് റംസാൻ എന്റെ നാട്ടുകാരനാണ്, പേഴക്കേപ്പള്ളി. ചോദിച്ചാ പറയും, നീ ലൈവായിട്ട് പറഞ്ഞു. പേഴക്കേപ്പള്ളിക്കാരനാണെന്ന് മോറ്റക്കാർക്ക് മൊത്തം അറിയാം, കേരളം മൊത്തം അറിയാം. പേഴക്കേപ്പള്ളി, പേഴക്കാപ്പള്ളി. അവന്റെ മാമ തട്ടുകട നടത്തിക്കൊണ്ടിരുന്നതാണ്. അവന്റെ മാമ തട്ടുകട അല്ല പറയാ തട്ടുകട നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഞങ്ങള് പ്രോഗ്രാമിൽ കളിക്കാറുണ്ട്. പ്രോഗ്രാമിന് ഇടയ്ക്ക് വന്ന് അവൻ ചാൻസ് വെച്ച് കളിക്കാറുണ്ട്. അപ്പൊ അന്നും ഇന്നും എന്നും സ്നേഹമുണ്ട്. ലാസ്റ്റ് ഞാൻ മഴവിൽ മനോരമയുടെ ഒരു പ്രോഗ്രാമിന് കണ്ടപ്പോ ചേട്ടാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അപ്പൊ ആ സ്നേഹം അന്ന് നിന്നുണ്ട്. അപ്പൊ എന്തായാലും എന്റെ ഒരു കഴിവ് എന്താണെന്നുള്ള ഞാൻ കാണിച്ചു കൊടുത്തോടെ. ആ കഴിവ് മോനെ ഞാൻ ഇതാണെന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷെ 2 സ്റ്റെപ്പ് മാത്രം. മോനെ വേണമെങ്കിൽ ഒരു പാട്ട് ഇട്ടോട്ടോ. ഒരു ബ്രേക്ക് ഡാൻസർ ആണെന്ന് പെരയ്ക്ക് പോലും അറിയില്ല. 2 സ്റ്റെപ്പ് അടിക്കും കേട്ടോ. പണ്ടത്തെ ബ്രേക്ക് അറിയാം വേണേ പാട്ട് വേണമെങ്കിൽ കേട്ടാ നിനക്ക്. കൈകാലില്ലാത്തവനാണ് ദൈവമേ. ഓ വല്ലതും തരണേ അമ്മ 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 അമ്മോ. അവന്റെ പാട്ട് മാറിപ്പോയി. ഹവാ ഹവ എന്നുള്ള പാട്ടാ ഞാൻ ഞാനൊരു ബ്രേക്ക് ഡാൻസർ ആണ്. ബ്രേക്ക് ഡാൻസ് വേണമെങ്കിൽ പോണോ?